ഇവിടുത്തെ കടലിൻ്റെ ഓണറാണ് ഇവർ. നിങ്ങളെങ്ങനെ ഇപ്പോൾ അമ്മ കണ്ടെങ്ങനെ? ഭക്ഷണം വെച്ച് വരുമ്പോൾ ഹോട്ടലിൽ പോയി ഭക്ഷണം വെച്ച് വരുമ്പോൾ ചെറുത് ഇത്രേ കണ്ടുള്ളൂ തല. ശരി, തല മാത്രം. എന്ന് കണ്ടതാ? 3-4 ദിവസമായി. അപ്പോൾ 3-4 ദിവസം മുന്നേ പാമ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇവർ ചിലപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് പറയാനേ? അന്ന് പറഞ്ഞ് അന്ന് നോക്കി ഇവിടെ കണ്ടില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞ് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും പെട്ടെന്ന് വെയിലത്ത് വന്നപ്പോൾ. പിന്നെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഓരോ ഭാഗ്യമാണ്. കാരണം ഒരു മൂർഖത്തിൻ്റെ ഉള്ളിൽ 3-4 ദിവസമായിട്ട് കളിക്കുകയാണ്. കാരണം മൊബൈൽ ഷോപ്പ് പൊതുവെ എല്ലാവർക്കും ചെറിയ കട ഒരു ഇടുങ്ങിയ സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ബൈക്ക് കിട്ടിയാൽ തന്നെ ഒരു ചിലപ്പോൾ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കണം എന്നില്ല. അപ്പോൾ ഏതായാലും ഓരോ ഭാഗ്യങ്ങളുള്ള കോഹിനൂറാണ്. കോഹിനൂർ ഇതിൻ്റെ ഫ്രണ്ടാണ് സഫാദ്. അപ്പോൾ അവന് വിളിച്ചിട്ടാണ് ഇവരെ മൊബൈൽ ഷോപ്പാണ്. അപ്പോൾ മൊബൈൽ ഷോപ്പിൻ്റെ ഉള്ളിൽ 2-3 ദിവസമായിട്ട് ഒരു ആളെ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ആൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണുമെന്നറിയില്ല. പക്ഷേ ആളെ ഞാൻ നോക്കിയപ്പോൾ ആൾ മൂർഖനാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഇടയിലാണ് ആളുണ്ടായിരുന്നത്. ഓരോ ഭാഗ്യം തന്നെ പറയാം. അപ്പോൾ ഇത് നമ്മളെ ബഷീറാണ്. എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വരുന്ന ആളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആൾ കയറി വന്നിട്ടുണ്ടാവും. ഏതായാലും നമുക്കതിനെ ഫസ്റ്റ് റെസ്ക്യൂ ചെയ്യാം. ഓക്കെ. അത് നീക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫോൺ അങ്ങനെ എന്തെങ്കിലും വീണു പോകും? അല്ല, പൊട്ടി അങ്ങനല്ല, പൊട്ടണേ അല്ല, പൊട്ടണ വേറെ ആരുടെങ്കിലൊക്കെ ആവുമ്പോൾ ഇതിൻ്റെ അടിയിൽ ബോക്സ് ആണോ? ഇതിലേക്കോ? അപ്പുറത്തേക്ക്. ഏതായാലും അവിടുന്ന് ആള് നീങ്ങിയാണ്. ഇത് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുമോ? ഇത് ഇറക്കി വെക്കാൻ പറ്റുമോ താഴത്തെ? വെയിറ്റ് ആണോ? വെയിറ്റാ? ഇത് മാറുമല്ലോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുമോ? എന്തൊക്കെയോ വീടുണ്ട് കേട്ടോ അതിൻ്റെ. ഇതിൻ്റെ ബാക്കിൽ അറ്റത്തൊക്കെയായിട്ടൊരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ്. അപ്പോൾ ഈ സാധനം ടോട്ടൽ മാറ്റി കഴിഞ്ഞാൽ കിട്ടുള്ളൂ. ഇത് ചെരിച്ചാൽ പൊട്ടണമൊന്നുമില്ലല്ലോ.
അങ്ങനെ നമ്മൾ തെരഞ്ഞു നടന്ന ആൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, വേറെ എവിടെയല്ല. ഇവിടെ സ്പീക്കറിൻ്റെ സൈഡിലായിട്ട് വിളിച്ചിരിക്കുകയാണ്. കുത്താനങ്ങനെ പൊന്തി നിൽക്കുന്ന വിധത്തിലാണ് ആളുള്ളത്. അപ്പോൾ അതിനേതായാലും നമുക്ക് റെസ്ക്യൂ ചെയ്യാം. ഇതാണ് നമ്മളാള്. ആ മുറുക്കനെ നോക്കാം. ഒന്നും വേണ്ട. അപ്പോൾ നമ്മളതിനെ റെസ്ക്യൂ ചെയ്ത് ഒരു മീഡിയം സൈസ് ഒരു മൂർഖനാണ് ആൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരാനുള്ള കാരണം ഇതിനുള്ളിൽ ഈ ഡബ്ബ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു ഹോളുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോള് വരാൻ കാരണം എലി കടിച്ചതാണ്. അപ്പോൾ എലി കടിച്ചതുകൊണ്ട് ഇവിടെ ഫുള്ള് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ കുറച്ച് ഉണ്ടല്ലേ, ഇത് എലികൾ കടിച്ചിട്ട് കൂടുണ്ടാക്കിയതാണ്. അപ്പോൾ എലികൾ ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ടാവുക. ഒന്നുമില്ലെങ്കിൽ ഫ്രണ്ട് വഴി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാക്ക് കൂടെ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ എലിൻ്റെ ബാക്കിലാണ് പാമ്പ് ഇവിടെ വന്നത്. അപ്പോൾ പല വീഡിയോയിലും പറഞ്ഞാണ് നമ്മൾ എലികൾ വരുന്നത് ശ്രദ്ധിക്കണം. എലികൾ വരാൻ മെയിൻ കാരണം എലികൾ വരുന്നുണ്ടെങ്കിൽ മാത്രമേ പാമ്പുകൾ അങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ എലികൾ വരാതെ നമ്മൾ വീടാണെങ്കിലും കടകളാണെങ്കിലും എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ പാമ്പുകൾ വരില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.